നെടുങ്കണ്ടം ഇരട്ട കൊലപാതകം അല്ലേ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി എത്തിയ ഒരു വിഷയം കൂടിയായിരുന്നു. ഏതായാലും ആ കേസിലെ പ്രതി സജിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അതിൽ സജിയുടെ നടുക്കുന്ന മൊഴിയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. അമ്മ മേരിക്കുട്ടിയെ കൊന്നത് മുഖത്തിടിച്ചും ഭിത്തിയിലേക്ക് എറിഞ്ഞും ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരൻ റജിയെ കൊന്നത് മർദ്ദിച്ച് അതിനുശേഷം കഴുത്തിൽ തോർത്തു മുറുക്കിയെന്നാണ് സജിയുടെ മൊഴി. ഏപ്രിൽ 4-ാം തീയതി രാത്രിയാണ് ഈ കൊലപാതകം ഇയാൾ നടത്തിയത്. മേരിക്കുട്ടിയുടെ ഭർത്താവിന്റെ തിരോധാനം വീണ്ടും അന്വേഷിക്കുമെന്ന് പോലീസ് പറയുന്നു. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ആ മൃതശരീരങ്ങൾ ആ വീട്ടിൽ വച്ച് ഇയാൾ ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ, എത്രമാത്രം ക്രൂരമാണ്, എത്രമാത്രം വലിയ സൈക്കോയാണ് ഈ സജി എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്നൊന്ന് ഓർത്തു നോക്കൂ. അത്രമാത്രം ക്രൂരതയാണ് അവിടെ നടന്നിരിക്കുന്നത്. അഖിൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ആ മൊഴിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ നൽകാനായി നോക്കാം എന്തൊക്കെയാണ് സജിയുടെ മൊഴിയിൽ പറയുന്നതെന്ന്. അഖിൽ, ഗുഡ് മോർണിംഗ്. ഞാൻ പറയുന്നില്ല, കാരണം കേൾക്കുമ്പോൾ തന്നെ മനസ്സ് മരവിച്ചു പോകുന്നുണ്ട്. ഈ മൊഴി കേൾക്കുമ്പോൾ അമ്മയെ കൊലപ്പെടുത്തിയത് മുഖത്ത് പലതവണ ഇടിച്ച് അതിനുശേഷം ഭിത്തിയിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പറയുന്നു. സഹോദരനെ മർദ്ദിച്ച് കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്തുന്നു അല്ലേ? ക്രൂരതയുടെ അങ്ങേയറ്റം. മനു, തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ മൊഴിയുടെ ഭാഗമായി. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് പ്രതിയായ സജിയെ സമീപത്തുള്ള പറമ്പിൽ നിന്നും പോലീസും നാട്ടുകാരും ചേർന്നുള്ള സംയുക്തമായ തിരച്ചിലിൽ പിടിയിലാവുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച ചോദ്യം ചെയ്യൽ അവസാനിക്കുന്നത് വൈകുന്നേരം 5:30 4.5 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സജി പോലീസിന് നൽകിയത്. അതിനുശേഷം സജിയെ ഈ കൃത്യം നടന്ന വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിലും സജി പറയുന്ന കാര്യങ്ങൾ മനസാക്ഷിയുള്ള ഒരാൾക്ക് കേട്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഏപ്രിൽ 4-ാം തീയതിയാണ് സജിയുടെ മൊഴി പ്രകാരം ഈ കൃത്യം നടക്കുന്നത്. ഏപ്രിൽ 4-ാം തീയതി രാത്രി മദ്യപിച്ച് സജി വീട്ടിലെത്തുന്ന ഘട്ടത്തിൽ അമ്മയും ചേട്ടനായ റെജിയും TV കാണുകയായിരുന്നു. ആ ഘട്ടത്തിൽ മദ്യപിച്ചെത്തിയ സജി റെജിയുമായി വഴക്കുണ്ടാകുന്നു. ഇതിനായി പ്രധാനമായും ഉന്നയിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണം സ്വത്ത് തർക്കമാണ്. ഒന്നാമത്തെ കാരണം ഇവർ പേരും തമ്മിലുള്ള സ്വത്ത് തർക്കം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് തൻ്റെ പിതാവും റെജിയുടെ പിതാവും ഒന്നല്ല എന്നുള്ള രീതിയിൽ റെജി സജിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന് സജി പോലീസിന് മൊഴി നൽകുന്നുണ്ട്. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് സജിയും റെജിയും അവിവാഹിതരാണ്. സജിക്ക് വിവാഹം കഴിക്കുന്നതിന് താല്പര്യമുണ്ടായിരുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ വിവാഹം കഴിക്കുന്നതിന് റെജി എതിര് നിന്നു. സ്വത്ത് ഭാഗം വെക്കേണ്ടി വരും എന്നുള്ള കാരണത്താൽ സജി വിവാഹം കഴിക്കാൻ റെജി എതിര് നിന്നു. ഈ 3 കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. ഇത്തരത്തിൽ മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുന്ന സജി കസേരയിലിരുന്ന റെജിയെ ആദ്യം മർദ്ദിക്കുന്നു. റെജിയെ മർദ്ദിക്കുന്ന ഘട്ടത്തിൽ അമ്മയായ മേരിക്കുട്ടി പക്ഷാഘാതം വന്ന് അവശയായിരുന്നു. അതിനുശേഷം റിക്കവറായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ മേരിക്കുട്ടി തീർത്തും അവശയായിരുന്നു. വളരെയധികം പ്രായമുണ്ട്, 78-നോടടുത്ത് പ്രായമുള്ള സ്ത്രീയാണ്. ആ സ്ത്രീ ഇതിന് ഇടയ്ക്ക് തടസ്സം നിൽക്കാൻ ചെല്ലുന്നു. ആദ്യം അമ്മയുടെ മുഖത്തിടിച്ച് അമ്മയെ എടുത്തു ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്നു എന്നുള്ളതാണ് ഇന്നലെ പ്രതി അവിടെ നിന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് നൽകുന്ന തെളിവെടുപ്പിനിടെ കാണിച്ചു കൊടുത്തുകൊണ്ട് നൽകുന്ന മൊഴി. അതിനുശേഷം ചേട്ടനായ റെജിയെ മർദ്ദിച്ചതിന് ശേഷം കഴുത്തിൽ തോർത്തു മുറുക്കി മൃഗീയമായി കൊല്ലുകയാണ് ചേട്ടനായ റെജിയെ. ശേഷം അമ്മയെ പലവട്ടം മൂക്കിനും ഇടിച്ച് മുഖത്തിടിച്ച് പലവട്ടം ഇടിച്ച് ആ ഇടിക്കുന്ന ഘട്ടത്തിലൊക്കെ അമ്മയുടെ മുഖത്തു നിന്ന് ചോര വരുന്നു എന്ന് യാതൊരു കൂസലുമില്ലാതെ പ്രതിയായ സജി പറയുന്നു. ശേഷം ഭിത്തിയിൽ അടിച്ചാണ് തൻ്റെ അമ്മയെ, അത് കണ്ടു നിൽക്കുന്ന ഒരാൾക്കും ആ മൊഴി പൂർണ്ണമായും കണ്ടു നിൽക്കാനായിരുന്നില്ല. കേൾക്കുമ്പോൾ ഞാനിങ്ങനെ അമ്പരപ്പോടെ നിൽക്കുകയാണ്. ഈ മനുഷ്യൻ ഒരു കൂസലുമില്ലാതെയാണോ പോലീസിനോട് ഈ കാര്യങ്ങളൊക്കെ സമ്മതിച്ചത്? അയാളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ലായിരുന്നോ അഖിൽ? ഒരു ഭാവമാറ്റവും ഇല്ലാതെ, ഒരു കൂസലുമില്ലാതെ അദ്ദേഹം ആ കൃത്യം നടന്ന വീട്ടിനുള്ളിൽ വെച്ച് എങ്ങനെയാണ് താൻ കൊന്നത് എന്നത് പോലീസിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ പുറത്തു നിന്നത് കാണുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത്രയ്ക്ക് മൃഗീയമായ രീതിയിലാണ് ഇത് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നത് എന്നാണ്. യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല, ഒരു ടെൻഷനും ഇല്ലായിരുന്നു, ഒരു കൂസലുമില്ലാതെ അത്രയ്ക്ക് മൃഗീയമായി കൊന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മാനസികമായ ഒരു കട്ടിയ മാനസികമായി, അതിന് പറയേണ്ട വാക്കെന്താണ്
എന്താണെന്ന് പോലും നമുക്കറിയില്ല, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും അറിയില്ല. അത്തരത്തിൽ ഒരു കൂസലും ഇല്ലാതെയാണ് പോലീസിന് ആ മൊഴി നൽകുന്നത്. ആ മൊഴിയിൽ കൃത്യമായി പറയുന്നു, അമ്മയുടെ മൂക്കിന് താൻ പലവട്ടം ഇടിച്ചു, മൂക്കിൽ നിന്ന് ചോര വരുന്നു, മൂക്കിൽ നിന്ന് ചോര വരുന്നതിന് ശേഷം ഭിത്തിയിലേക്ക് എടുത്ത് എറിയുന്നു, ഭിത്തിയിലേക്ക് എടുത്ത് എറിഞ്ഞ് തീർത്തും അവശ്യമായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ഭിത്തിയിലേക്ക് എടുത്തെറിഞ്ഞ് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നു. ശേഷം ആ മൃതദേഹങ്ങൾ രണ്ടും വീട്ടിലെ കട്ടിലിനടിയിൽ അന്ന് രാത്രി വെക്കുന്നു. എന്നിട്ട് ആ കട്ടിലിൽ തന്നെ താൻ കിടന്നുറങ്ങിയെന്നും സജി പോലീസിനോട് പറയുന്നു. അത്തരത്തിൽ അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കട്ടിലിനടിയിൽ സൂക്ഷിച്ചതിന് ശേഷം ആ കട്ടിലിൽ തന്നെ ഇയാൾ കിടന്നുറങ്ങിയോ? ഈ ക്രൂരതയ്ക്കൊക്കെ ഇതിന്റെ കാരണം എന്താണ്? ഇയാൾ ഇങ്ങനെ ആയി മാറാനുള്ള കാരണം എന്താണ് അഖിൽ? അതാണ് എനിക്ക് തീർച്ചയായും മനു, നാട്ടുകാർ പറയുന്ന ഇതനുസരിച്ച് ആൾ ഒതുങ്ങിയ പ്രാകൃതക്കാരനാണ്, അധികം ആരോടും സംസാരിക്കാറില്ല. വരുന്നു, അദ്ദേഹം ഒരു കൂലിപ്പണിക്കാരനാണ്, വരുന്നു, അദ്ദേഹത്തിൻ്റെതായ ഒരു ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കല്യാണം കഴിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് തീവ്രമായി ആഗ്രഹിച്ചിരുന്നെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നുണ്ട്. കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം തീവ്രമായിരുന്നു. ഒരു ഘട്ടത്തിൽ കല്യാണത്തിൻ്റെ നിശ്ചയത്തിലേക്ക് വരെ എത്തിയതാണ് എന്ന് പറയപ്പെടുന്നു. അത്തരത്തിൽ കല്യാണം കഴിക്കുന്നതിന് ജ്യേഷ്ഠനായ റെജി എതിര് നിന്നിരുന്നു. ആ റെജിയോട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ, കൂടാതെ ഇവരുടെ റെജിയുടെയും സജിയുടെയും അച്ഛനും മേരിക്കുട്ടിയുടെ പിതാവുമായ മാത്യു അല്ല സജിയുടെ പിതാവെന്ന് റെജി നിരന്തരം സജിയോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി റെജിയുമായി കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. പലപ്പോഴും ആ വീട്ടിൽ തർക്കങ്ങളും വഴക്കുകളും പതിവായിരുന്നു. അതിൻ്റെ പരിണിത ഫലമെന്നോണമാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് അത് റെജിയിൽ ഒതുങ്ങി നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വന്തം അമ്മയെ വളരെ മൃഗീയമായി കൊല്ലുന്ന തരത്തിലേക്ക് പോലും ആ മാനസിക വൈകൃതം വ്യാപിച്ചു എന്ന് പറയേണ്ടി വരും. വളരെ ഈ കട്ടിലിനടിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചു വെച്ച് ആ കട്ടിലിൽ കിടന്നുറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ ഈ മൃതദേഹങ്ങൾ രണ്ടും, ഇതൊരു കാട് പോലെ, ഏലക്കാടിന് നടുക്കുള്ളൊരു വീടാണ്. ആ ചുറ്റും എന്ത് നടന്നാലും അടുത്തുള്ള ആളുകൾക്ക് അത് കാണാൻ സാധിക്കില്ല. അത് ആൾക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയെന്ന് തന്നെ പറയേണ്ടി വരും. ആ കാടിന് നടുവിൽ ഉള്ള വീട്ടിൽ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ആൾ എഴുന്നേൽക്കുന്നു. ഈ മൃതദേഹങ്ങൾ രണ്ടും വീടിന് പുറത്ത് ഒരു ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞു വെക്കുന്നു. പൊതിഞ്ഞു വെച്ചതിന് ശേഷം ഒരു കൂസലുമില്ലാതെ അദ്ദേഹം അന്ന് തൊഴിലിന് പോകുന്നുണ്ട്, പണിക്ക് പോകുന്നുണ്ട്. ശേഷം വൈകുന്നേരം തിരിച്ചു വരുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ അവിടെ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു. രണ്ടാം ദിവസം ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു, കുഴിയെടുക്കുന്നു. അവിടെ കുഴിയെടുത്തതിന് ശേഷം ആദ്യം അമ്മയുടെ മൃതദേഹം ആദ്യഘട്ടമായി മൂടി. ശേഷം അതേ കുഴിയിൽ തന്നെ ജ്യേഷ്ഠനായ റെജിയുടെ മൃതദേഹവും അതേ കുഴിയിൽ തന്നെ മൂടുന്നു. ശേഷം കുഴി മൂടി ആളുകൾക്ക് സംശയം തോന്നാതിരിക്കാനായി അതിനു മുകളിൽ ഏലച്ചെടികൾ നടുന്നു. ശേഷമുണ്ടായിരുന്ന ഭാഗത്ത് പുതിയതായി ഒരു പട്ടിക്കൂട് വാങ്ങി ആ പട്ടിക്കൂട് കൊണ്ടുവന്ന് ആ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഭാഗത്ത് വെച്ച് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. മൃതദേഹത്തിനൊപ്പം തന്നെ മൃതദേഹം അഴുകിയാൽ സ്മെല്ല് പുറത്തേക്ക് വരാതിരിക്കാനായി കുമ്മായം ആ കുഴിയിൽ തന്നെ വിതറുന്നുണ്ട്. കുമ്മായം വിതറി അതിനുശേഷമാണ് കുഴി മൂടുന്നത്. ശേഷം ആ മുറിയിൽ ഉണ്ടായിരുന്ന ചോര ലോഷൻ ഒഴിച്ച് കഴുകിക്കളയുന്നു. അതിനുശേഷം ഒന്നും അറിയാത്ത പോലെ ആളുകളോടൊക്കെ ഇടപെട്ട് അമ്മയും ചേട്ടനും തേനിയിൽ ചികിത്സയ്ക്ക് പോയി എന്നുള്ള ഒരു കഥ പറഞ്ഞ് പരത്തുന്നു. ശേഷം ഒരു കൂസലുമില്ലാതെ അതേ വീട്ടിൽ തന്നെ ഈ വ്യക്തി ഏപ്രിൽ 4-ാം തീയതി നടന്ന കൊലപാതകമാണ്. ഏപ്രിൽ 26-ാം തീയതിയാണ് സഹോദരിയായ സിനി നെടുങ്കണ്ടം പോലീസിന് പരാതി നൽകുന്നത്, തൻ്റെ അമ്മയെയും ചേട്ടനെയും കാണാനില്ല എന്ന് പറഞ്ഞ്. 27-ാം തീയതിയാണ് പോലീസ് ഈ വീട്ടിൽ അന്വേഷിച്ചെത്തുന്നത്. ഈ വീട്ടിൽ അന്വേഷിച്ചെത്തുന്ന ഘട്ടത്തിൽ സജി ഓടി രക്ഷപ്പെടുന്നു. ഈ ഓടി രക്ഷപ്പെട്ട് അവിടെ നിന്നും തുടങ്ങിയ ഈ മണ്ണിളകി കിടന്ന ഭാഗം കുഴിച്ച് അവിടെ നിന്ന് കിട്ടിയ മൃതദേഹത്തിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന അതിക്രൂരമായ മൃഗീയമായ ഒരു കൊലപാതകത്തിന്റെ കഥയിലാണ്. ഇനി നമ്മൾക്കറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ രാത്രി വൈകിയും സജിയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. സജിയെ ഇന്ന് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കിയുള്ളൂ. 2018 മുതൽ ഇവരുടെ പിതാവായ മാത്യു മിസ്സിംഗ് ആണ്. മാത്യുവിനെ കാണാനില്ല. 2018 മുതൽ കാണാതായ മാത്യുവിന്റെ തിരോധാനത്തിൽ സജിക്ക് പങ്കുണ്ട്, മാത്യുവും കൊല ചെയ്യപ്പെട്ടേക്കാം എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലവിൽ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ ആദ്യഘട്ട തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷം വീണ്ടും ചോദ്യം ചെയ്യലായിരുന്നു. ഇന്നലെ രാത്രിയിൽ തുടർന്ന ചോദ്യം ചെയ്യൽ ഇന്നും പുരോഗമിക്കുകയാണ്. ഉച്ചയോടുകൂടിയേ സജിയെ കോടതിയിൽ ഹാജരാക്കൂ. അതിൽ ഈ മാത്യുവിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ആ ചോദ്യത്തിനു കൂടി ഉത്തരം കിട്ടിയാൽ മാത്രമേ ഈ ദുരൂഹമായ നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിന്റെ ചുരുളഴിയൂ. മനു.